നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1-ാം തീയതി, അതായത് ജനുവരി മാസം 1-ാം തീയതി 2026. 26-നെ വരവേൽക്കാൻ വേണ്ടി രാവിലെ നിങ്ങളെ എല്ലാവരെയും NTVയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് നല്ലൊരു ദിവസം അല്ല, നല്ലൊരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന തുടക്ക ദിവസമാണ് 1-ാം തീയതി 1201 ധനുമാസം 17-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ വരാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച. ഇപ്പോൾ വ്യാഴൻ എന്ന് പറയുമ്പോൾ ഗുരു, ലക്ഷം ദോഷം ഗുരുഹന്തി, ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു മാറ്റിത്തരും. അപ്പോൾ ഗുരുവിൻ്റെ ദിവസം മാത്രമല്ല, രോഹിണി നക്ഷത്രം, ശുഭനക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നക്ഷത്രമാണ് രോഹിണി. ചന്ദ്രൻ ഉച്ചത്തിൽ വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഏറ്റവും 27 നക്ഷത്രങ്ങൾ ദക്ഷപ്രജാപതിയുടെ 27 മക്കളാണ്. അതിലേറ്റവും സുന്ദരിയാണ് രോഹിണി. അതുകൊണ്ടാണ് സുന്ദരിയായ പിള്ളേർക്കെല്ലാം പണ്ട് രോഹിണി എന്ന് പേരിടുന്നതിന്. അപ്പം അത്ര നല്ല നക്ഷത്രമാണ്, നല്ല ദിവസമാണ്. അതിന് ഉപരി പുതുവർഷ പുലരിയാണ്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തുടക്കം ഏറ്റവും നല്ല തുടക്കം നല്ലതെങ്കിൽ ഒടുക്കം വരെയും നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു തുടക്കം ഇട്ടുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഉറക്കണിക്കുക. ഇന്ന് ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുക. എന്തൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നത് ജോലി മാത്രമായിട്ട് കാണരുത്. മറ്റെന്ത് ശുഭകാര്യങ്ങൾക്ക് പോയാലും അത് നന്നാവുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് അറിയുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, രോഹിണി നക്ഷത്രം, ധനുമാസത്തിൽ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ ഒരു വർഷമാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാവും. സാമ്പത്തിക നേട്ടം വരും. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അത് ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖല കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് ഊഹ കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഇറങ്ങണം. ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ കിട്ടാതിരിക്കുന്ന ധനവും കൂടി വന്നു ചേരും. അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. ഇന്ന് നല്ല ദിവസമാണ്. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഇറങ്ങുന്ന കാര്യങ്ങൾക്ക്, ഒരു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ രാവുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 1:54 തൊട്ട് 3:19 വരെയാണ് രാവുകാല സമയം. അതായത് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:54 ആരംഭിക്കുകയുള്ളൂ, 3:19 തീരുകയുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് രാഹുവും ഗുളികനും. അതിൽ ഗുളിക കാലം വരുന്നത് രാവിലെ 9:37 തൊട്ട് 11:02 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:45 തൊട്ട് 8:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമ്മൾ അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം 12:04 തൊട്ട് 12:52 വരെയാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശുഭ്രവസ്ത്രം, അതായത് പ്രധാനമായിട്ട് മഞ്ഞ കളറോ ഗോൾഡൻ കളറോ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ.